الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا فتحنا لك فتحا مبينا ليغفر لك الله ما تقدم من ذنبك وما تأخر ويتم نعمته عليك ويهديك صراطا مستقيما സൃഷ്ടാവും പ്രപഞ്ചനാഥനുമായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണ്യകനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു നാം ഏവരെയും നമ്മുടെ കുടുംബാദികളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഒരു വിശ്വാസി എല്ലാറ്റിനേക്കാളും അള്ളാഹുവിനെയും റസൂലിനെയുമാണ് സ്നേഹിക്കേണ്ടത് എന്ന് നമ്മൾ കഴിഞ്ഞ ഖുതുബകളിലൂടെ മനസ്സിലാക്കിയതാണ്. ആ സ്നേഹത്തിൻ്റെ അടിസ്ഥാന ഘടന അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക എന്നതാണ് അതിൻ്റെ അടിസ്ഥാനം. സ്നേഹമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടായില്ല, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളെ അനുസരിക്കുക എന്നതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹമെന്നും നമ്മൾ മനസ്സിലാക്കി. അള്ളാഹു റസൂലും വിരോധിച്ച കാര്യങ്ങളെ വെടിയുക എന്നതും അനുസരിക്കുക എന്നതിൽ പെട്ടു എന്ന് നമുക്കറിയാം. അവരാണ് സത്യസന്ധന്മാർ, അവരാണ് സത്യപ്പെടുത്തിയവർ, അവരാണ് സാക്ഷ്യം വഹിച്ചവർ. അള്ളാഹ് പറയുന്നു, വല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിലും അവൻ്റെ ദൂതന്മാരിലും വിശ്വസിക്കുന്ന വിശ്വാസികൾ, ഉലൈക ഹുമുസ് സിദ്ദീഖൂൻ, അവരാണ് സത്യപ്പെടുത്തിയ സത്യസന്ധന്മാർ, വശുഹദാ, സത്യസാക്ഷ്യം വഹിച്ചവരും അവരാണ്. ഇൻദ റബ്ബിഹിം, റബ്ബിൻ്റെ അടുക്കൽ, ലഹും അജ്റുഹും വനൂറുഹും, അവർക്ക് അവരുടെ പ്രതിഫലമുണ്ട്, അവരുടെ പ്രകാശമുണ്ട്. വല്ലദീന കഫറൂ വകദ്ദബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുൽ ജഹീം, എന്നാൽ അള്ളാഹുവിനെ കളവാക്കിയ ആളുകൾ, അള്ളാഹിൻ്റെ കൽപ്പനകളെ, ദൈവദൂതൻ്റെ കൽപ്പനകളെ കളവാക്കിയ ആളുകൾ, ഉലൈക അസ്ഹാബുൽ ജഹീം, അവർ കത്തിക്കാളുന്ന നരകത്തിൻ്റെ ആളുകളാണ്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ സത്യസാക്ഷ്യം സത്യസന്ധമായിരിക്കാൻ വേണ്ടി യാതൊരു കളങ്കവും കലർപ്പും അതിലില്ല എന്നതിനു വേണ്ടി കൃത്യമായി റബ്ബിൻ്റെ കൽപ്പനകളെ അറിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശങ്ങളെ മനസ്സിലാക്കി അത് പിൻപറ്റിക്കൊണ്ട് ജീവിക്കണം, ജീവിതത്തിൽ വിജയിക്കണം. ആ വിജയികളിൽ അള്ളാഹു നാമേവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അനുസരിക്കുക എന്ന് പറയുമ്പോൾ എളുപ്പം കഴിയും. എങ്ങനെ അനുസരിക്കണം? ശങ്കയില്ലാതെ, സംശയിക്കാതെ, നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും
യോജിച്ചാലും ഇല്ലെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മ മഹാബുദ്ധിമാന്മാരാണ്, യുക്തിയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യരിൽ അങ്ങനെ ഒരു ചിന്ത വരാം. അള്ളാഹ് പറഞ്ഞാലും റസൂല് പറഞ്ഞാലും എൻ്റെ ബുദ്ധിക്ക് അത് ഉൾക്കൊള്ളാനാവുന്നുണ്ടോ, എൻ്റെ യുക്തിക്ക് അത് ശരിയാവുന്നുണ്ടോ, ശരിയായെങ്കിൽ മാത്രമേ നമ്മൾ അംഗീകരിക്കേണ്ടതുള്ളൂ എന്നൊരു തലത്തിലേക്ക്. അതേസമയം സഹാബത്ത് റളിയല്ലാഹു അൻഹും താബീഈങ്ങൾ താബീഈങ്ങളെല്ലാം അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ അതിൽ പിന്നെ സംശയിക്കുകയില്ല. റസൂലുള്ള ഒരു കാര്യം നിർദ്ദേശിച്ചാൽ അവർക്ക് പിന്നെ സംശയമില്ല. നമ്മുടെ ബുദ്ധിക്ക് യുക്തിക്ക് യോജിക്കുമോ ഇല്ലേ എന്നത് അവർക്ക് വിഷയമായിരുന്നില്ല. ആദ്യമായി അങ്ങനെ ഒരു ചിന്ത കൊണ്ടുവന്നത് മുഅ്തസിലാക്കളാണ്. ശ്രദ്ധിക്കണം, മുഅ്തസിലിയ വിഭാഗം. മുഅ്തസില എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? നേർമാർഗത്തിൽ നിന്ന് വിട്ടുനിന്നവർ. ഇഅ്തസല, അതിന് മുഅ്തസിലാക്കൾ വന്നത്. അവർ പ്രധാനമായി പറഞ്ഞത് അള്ളാഹ് പറഞ്ഞാലും റസൂല് പറഞ്ഞാലും അള്ളാഹ് നമുക്ക് ബുദ്ധി തന്നിട്ടില്ല, അള്ളാഹ് തന്നതല്ലേ, അതിന് ഒത്താലേ എടുക്കണ്ടൂന്ന്. അള്ളാഹിന്റെ കൽപ്പന ആയത്തുകളെപ്പോലും അന്ധമായി പിൻപറ്റേണ്ടതില്ല എന്ന് സലഫുസ്സാലിഹീങ്ങളിൽ സംശയിക്കാതെ, ശങ്കയില്ലാതെ, ചോദ്യം ചെയ്യാതെ സമ്പൂർണമായി അനുസരിച്ചെങ്കിൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ, നമ്മുടെ ഈമാൻ ദുർബലമായപ്പോൾ, അള്ളാഹ് പറഞ്ഞാലും ഈ അടുത്ത കാലത്ത് പോലും ആ മുഅ്തസിലി തഫ്സീറുകളൊക്കെ, മുഅ്തസിലി പണ്ഡിതന്മാരുടെ തഫ്സീറുകളും കേരളത്തിൽ സുലഭമാകുന്ന ഒരു കാലഘട്ടത്തിൽ ഈജിപ്തിൽ നിന്നൊക്കെ വന്ന മുഅ്തസിലാക്കളുടെ തഫ്സീറുകൾ സ്വാധീനം ചെലുത്തി കേരളത്തിൽ, നമ്മുടെ കേരളത്തിൽ. അതിൻ്റെ സ്വാധീനം നമ്മൾ കണ്ടത് പഠിച്ച് പിന്നെയും പഠിച്ച് ഡോക്ടറേറ്റ് നേടിയ ആൾ, ഡോക്ടറായ ആളല്ല, ഭൗതിക വിദ്യാഭ്യാസത്തിൽ ഡോക്ടറായതല്ല, ദീനീ വിഷയത്തിൽ പഠിച്ച് 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 ഡോക്ടറേറ്റ് നേടിയ ആൾ 10,000ങ്ങളുടെ മുമ്പിൽ വെച്ച് പ്രസംഗിക്കാം. അള്ളാന്റെ ആയത്തായാലും അന്ധമായിട്ട് നമ്മൾ അനുകരിക്കരുത് എന്ന്. എന്താണ് നിങ്ങൾ ശ്രദ്ധിച്ചത്? അള്ളാന്റെ ആയത്തായാലും അന്ധമായി പിൻപറ്റരുത്. ഹദീസിനെങ്കിൽ ലൈഫാണോ സഹിയാണോ എന്ന് പരിശോധന ഉണ്ട്. ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്ത് അങ്ങനെ ഉണ്ടാ? ലൈഫാണോ സഹിയാണെന്ന് ഖുർആനിലെ വചനങ്ങളെ പറ്റിയിട്ടുണ്ടാ? ഒരപകടം, അതിനേക്കാൾ അപകടം പറഞ്ഞു. അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന്, അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന്. അന്ധമായി നിങ്ങൾ അള്ളാഹുടെ ആയത്തുകളെ അനുകരിക്കരുത്. സുബ്ഹാനല്ലാഹ്. ആയത്തോതി തെളിവ് സൂറത്ത് ഫുർഖാനിലെ നിങ്ങൾക്ക് പോലും അറിയുന്നൊരായത്ത്, ഇബാദുർ റഹ്മാനെ കുറിച്ച് പറയുന്ന അള്ളാഹുവിന്റെ പ്രിയദാസന്മാരുടെ ഗുണങ്ങൾ വിശദീകരിക്കുന്ന ആയത്ത്, വല്ലദീന ഇദാ ദുകിറൂ ബിആയാതി റബ്ബിഹിം ലം യഖിറൂ അലൈഹാ സുമ്മൻ വഉംയാനാ. അതിന്റെ അർത്ഥം വെക്കണ എങ്ങനെന്നറിയോ? ആ പ്രിയദാസന്മാർ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദാസന്മാർ അള്ളാഹിന്റെ ആയത്തുകൾ ഓതിക്കേൽപ്പിച്ചാൽ അന്ധന്മാരായി ബധിരന്മാരായി അതിനെ പിൻപറ്റുകയില്ല. നഊദു ബില്ലാഹ്. നമുക്ക് കേരളത്തിൽ മലയാളത്തിൽ പ്രസിദ്ധമായ മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറെങ്കിലും ഒന്ന് മറിച്ചു നോക്കിയിരുന്നെങ്കിൽ ഈ അള്ളാഹിനെക്കുറിച്ച് ഖുർആനെക്കുറിച്ച് ഈ ഭീമമായ വിരുദ്ധത പറയുമായിരുന്നില്ല. എന്താണ് ആയത്തിൻ്റെ അർത്ഥം? നിങ്ങൾ പഠിച്ചു വെച്ചോട്ടെ. സൂറത്ത് ഫുർഖാന്റെ അവസാന ഭാഗം ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി തുടങ്ങുന്ന അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ ഗുണങ്ങൾ വിശദീകരിച്ചെടുത്ത് പറയാണ്, അള്ളാഹിന്റെ ആയത്തുകൾ ഓതിക്കേൾപ്പിച്ചാൽ അന്ധത നടിച്ചുകൊണ്ടോ ബധിരത നടിച്ചുകൊണ്ടോ അവർ വീഴില്ലെന്നാ അള്ളാഹ് പറഞ്ഞത്. കാരണം അറിയോ? ഖുർആനിൽ അനേക സ്ഥലങ്ങളിൽ മക്കയിലെ കാഫിറുകളെ കുറിച്ച് റസൂലുള്ളാഹി ഖുർആന്റെ ആയത്തുകൾ ഓതിക്കേൽപ്പിച്ചാൽ അന്ധന്മാരെ പോലെ ബധിരന്മാരെ പോലെ കേൾക്കാത്തവരെ പോലെ പെരുമാറുമായിരുന്നു. മുഅ്മിനീങ്ങൾ അങ്ങനെ എല്ലാമാ പറഞ്ഞത്. ആണ് ആയത്തിന്റെ അർത്ഥം.
ഖുർആന്റെ എത്ര സ്ഥലത്താണ് പറഞ്ഞത്? അവർ പറഞ്ഞു ഞങ്ങളുടെ ഹൃദയം ഒരു ചെപ്പിൻ്റെ ഉള്ളിലാണ്, ഞങ്ങളുടെ കാതുകളിൽ ഈയക്കട്ടിയാണ്, മുഹമ്മദേ നീ ഓതി കേൾപ്പിക്കുന്നത് ഞങ്ങൾ കേൾക്കുന്നില്ല, ഞങ്ങളുടെ കണ്ണുകൾക്ക് മറ വീണിരിക്കുന്നു, കാണുന്നില്ല, ചിന്തിക്കാൻ പറ്റുന്നില്ല, ഒരു പെട്ടിയിലാക്കിയിരിക്കുകയാണ് ഞങ്ങളുടെ ഹൃദയങ്ങൾ. ഇങ്ങനെ മക്കാ മുശ്രിക്കുകൾ ഖുർആൻ ഓതി കേൾപ്പിക്കുമ്പോൾ അറിയാത്തവരെ പോലെ, മനസ്സിലാക്കാൻ പറ്റാത്തവരെ പോലെ പെരുമാറുമ്പോൾ അള്ളാന്റെ പ്രിയദാസന്മാർ അങ്ങനെ ആവില്ല. അവർ കാതോർത്ത് ശ്രദ്ധിച്ച് പഠിക്കുന്നവരായിരിക്കുന്നതാണ് ഈ ആയത്തിന്റെ താല്പര്യം. അപ്പൊ പിന്നെ റസൂലിന്റെ കാര്യം പറയാനുണ്ടാ സഹോദരങ്ങളെ? റസൂലുള്ള പറഞ്ഞാൽ, റസൂലുള്ള പറഞ്ഞതാണെന്ന് ഒരു ഹദീസ് ബോധ്യപ്പെട്ടാൽ നമ്മുടെ യുക്തിയും ബുദ്ധിയും, നമ്മുടെ ബുദ്ധിയും യുക്തിയും പ്രയോഗിക്കണം എന്ന് വന്നാൽ വഴിപഴക്കാൻ വേറൊരു കാരണം വേണ്ട. പരിശുദ്ധ ഖുർആൻ പ്രപഞ്ചനാഥനായ അല്ലാഹുവിൻ്റെതാണ്. ഒന്നുകൂടി ശ്രദ്ധിച്ചത് നിങ്ങൾ, നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, ആകാശഭൂമികളെ സൃഷ്ടിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അത്യുന്നതനായ റബ്ബിന്റെ വചനം ഈ നിസ്സാരനായ എൻ്റെ ബുദ്ധിക്ക് വഴങ്ങണം എന്ന വാശി ചോക്കിയ നാലിച്ചോക്കിയ ഭയങ്കര ബുദ്ധിയാണോ യുക്തിയാണോ എനിക്ക്? ആ പടച്ച തമ്പുരാന്റെ വചനം എൻ്റെ ബുദ്ധിക്കനുസരിച്ച് മാറണം എന്ന് ഞാൻ വാശി പിടിച്ചാൽ, ആ റബ്ബിന്റെ വഹി അനുസരിച്ചാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇഷ്ടത്തിന് സംസാരിക്കില്ല, വഹി അനുസരിച്ചാണ്. ആ റസൂലിന്റെ ഹദീസ് എൻ്റെ ബുദ്ധിക്കും യുക്തിക്കും യോജിച്ചാലേ ഞാൻ എടുക്കൂ എന്ന് നിർബന്ധം വന്നാൽ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് പരിചയമുള്ള 2-3 സംഭവങ്ങൾ വിശദീകരിക്കാം. ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ യുക്തി എവിടെ കിടക്കുന്നു, റസൂലുള്ളാഹിയുടെ വർത്താനം എവിടെ കിടക്കുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന സംഭവമാണ്. ശ്രദ്ധിച്ചാൽ നമ്മുടെ യുക്തി എവിടെ, നമ്മുടെ ബുദ്ധി എവിടെ, റസൂലുള്ള പറഞ്ഞത് എന്തുകൊണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഹിജറ 6-ാം കൊല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 സഹാബികളുമായി ഉംറ ചെയ്യാൻ മക്കയിലേക്ക് പുറപ്പെട്ടു. സഹാബികളൊക്കെ ഭയങ്കര ആനന്ദത്തിലാണ്. റസൂലുള്ള സ്വപ്നത്തിൽ കണ്ടതാ ഉംറയും. 1400 ആളാണ് പോകുന്നത്. കാരണം മക്കയിൽ നിന്ന് ഹിജറ വന്നിട്ട് ആരും പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല മക്കത്തേക്ക്. മക്കയുടെ അതിർത്തിയായ ഹുദൈബിയയിലെത്തിയപ്പോൾ മുശ്രിക്കുകൾ തടഞ്ഞു, കടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഞങ്ങൾ യുദ്ധത്തിനോ ആക്രമണത്തിനോ വന്നതല്ല, പരിശുദ്ധ കഅബ സന്ദർശിച്ച് ഉംറ ചെയ്യാൻ വന്നതാണ്. ഞങ്ങളുടെ കയ്യിൽ ആയുധമില്ല. ഞങ്ങളുടെ കൂടെയുള്ള ബലിമൃഗങ്ങളെ കണ്ടുകൂടെ നിങ്ങൾക്ക്? ഒട്ടകങ്ങളും ആടുകളും മാല ചാർത്തിയിട്ട്, ബലിമൃഗമാണെന്ന് അറിയാനുള്ള മാല ചാർത്തിയ ഒട്ടകങ്ങളെ നിങ്ങൾ കാണുന്നില്ലേ? ഞങ്ങൾ ഉംറയ്ക്ക് വന്നതാണ്. പറ്റൂല, കടക്കാൻ പറ്റാം. മക്കയുടെ അതിർത്തി എത്താറ് ഹുദൈബിയയിലെത്തിയപ്പോഴാണ്. റസൂലുള്ളത് മരങ്ങളും വെള്ളക്കുള്ള ഹുദൈബിയുടെ ആ ഭാഗത്താണ്. മക്കയിലുള്ള നേതാക്കളൊക്കെ സംസാരിക്കാൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ള പറഞ്ഞു. ചുരുക്കി പറയാം, നമ്മളെ വിഷയമായിട്ട് ബന്ധപ്പെട്ട ഭാഗം മാത്രം പറയാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അവർ കൊന്നു എന്നൊരു തെറ്റായ വാർത്ത ഇവിടെ പരന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സങ്കടപ്പെട്ടു, സഹാബത്തും സങ്കടപ്പെട്ടു. അവർ റസൂലിൻ്റെ കയ്യിൽ കൈവച്ച് പ്രതിജ്ഞ എടുത്തു, മരണപ്രതിജ്ഞ. ബൈഅത്ത് ചെയ്തു, മരിക്കുന്നത് വരെ യുദ്ധം ചെയ്യാൻ ഞങ്ങൾ തയ്യാർ. 1400 ആളെ ഞങ്ങൾ മരിക്കുന്നവരെ യുദ്ധം ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഈ വിവരം അറിഞ്ഞപ്പോൾ മുശ്രിക്കുകൾക്ക് ഭയം. 1400 ആള് മരിക്കാൻ പേടിയില്ലാണ്ട് വരികയാണെങ്കിൽ പിന്നെ ഒരാൾക്കും തടുക്കാൻ പറ്റില്ല. അവർ ചർച്ചയ്ക്ക് വന്നു, പലരും ചർച്ച ചെയ്തു, ശരിയാവാതെ പോയി. അവസാനം സുഹൈൽ ബിൻ അംർ, ഒരു മുശ്രിക്ക് നേതാവാണ്, വളരെ വാചാലമായി നന്നായി വർത്തമാനം പറയുന്ന ആളാണ്, പരിക്കനല്ല. അദ്ദേഹം വന്ന് ചർച്ച ചെയ്തു. നമ്മളെ വിഷയത്തിലേക്ക് വരാം. ചർച്ച ചെയ്ത് തീരുമാനമായി. എന്താ തീരുമാനം അറിയോ? ഇക്കൊല്ലം നിങ്ങൾ തിരിച്ചു പോകണം.
അടുത്ത കൊല്ലം വന്ന് ഉംറ ചെയ്യാം. 3 ദിവസമേ മക്കയിൽ പാർക്കാൻ പാടുള്ളൂ. വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ ഈ സംഭവങ്ങൾ. റസൂൽ സമ്മതിക്കുകയാണ്. സഹാബത്തിന്റെ ബുദ്ധിക്ക് യോജിക്കില്ലേ? അള്ളാഹു റസൂൽ സ്വപ്നം കണ്ടതല്ലേ? എന്നിട്ട് ഉംറക്ക് വന്നിട്ട് മടങ്ങി പോയിട്ട്. അടുത്തത്, ഇനി മക്കയിൽ നിന്ന് ആരെങ്കിലും മുസ്ലിമായി മദീനയിൽ ചെന്നാൽ മടക്കി അയക്കണം. മദീനയിലുള്ള ഒരു മുസ്ലിം മുശ്രിക്കായാൽ അയാളെ മക്കത്തേക്ക് വന്നാൽ മടക്കി അയക്കില്ല. റസൂൽ സമ്മതിച്ചു. അപ്പോഴും ഉമർ ഖത്താബിന്റെ കൈ വാൾപിടിയിലാണ്. വളരെ ബുദ്ധിമാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. വളരെ യുക്തിബോധമുള്ള ആളാണ് എന്ന് പറയോ? ബുദ്ധിയില്ലാത്ത ആളാണ്, യുക്തിയില്ലാത്ത ആളാണ്. അദ്ദേഹത്തിന് ബുദ്ധിക്ക് ശരിയാവുന്നില്ല. കുറച്ചു കൊല്ലക്കാലം നമ്മിൽ യുദ്ധം പാടില്ല, നമ്മളോട് യുദ്ധം ചെയ്യുന്നവരെ സഹായിക്കാനും പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചു. ഉടനെ ഉമർ ഖത്താബ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുക്കൽ വരികയാണ്. മുഖഭാഗം മാറിയിട്ടുണ്ട്. ചോദിച്ചത്, നമ്മുടെ നബി അള്ളാഹിന്റെ റസൂൽ തന്നെയല്ലേ? നമ്മുടെ നബി അള്ളാഹിന്റെ റസൂലല്ലേ അബൂബക്കറെ? അതേ ഉമറേ, എന്താ സംശയം? നമ്മൾ സത്യത്തിലല്ലേ അബൂബക്കറെ? അവര് അസത്യത്തിലല്ലേ മുശ്രിക്കുകൾ? അതെ. നമ്മൾ മരിച്ചാൽ സ്വർഗത്തിലും അവര് മരിച്ചാൽ നരകത്തിലുമല്ലേ? അതെ. എന്നിട്ട് നമ്മെന്തിന് തോറ്റു കൊടുക്കണം? ഈ മോശപ്പെട്ട കരാറെന്തിന് അംഗീകരിക്കണം? ബുദ്ധിക്ക് അതിന് ശരിയാണല്ലോ. ഉമർ ഖത്താബിന് മാത്രമല്ല, അനേകം സഹാബിമാരുടെ ബുദ്ധിക്ക് അത് ശരിയായില്ല. തോറ്റു കൊടുത്ത പോലെ, അപമാനിതരായ പോലെ. ഇക്കൊല്ലം മടങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ തന്നെ അപമാനം. ഒരാള് മുസ്ലിമായി മദീനത്തേക്ക് വന്നാലേ തിരിച്ചു കൊടുക്കണം കുടുംബത്തിൽ. തിരിച്ചൊരാൾ ഇങ്ങനെ ആയാല് മടക്കി അയക്കയില്ല. നമ്മ എന്തിന് തോറ്റു കൊടുക്കണം? നമ്മ സത്യമുള്ളവരല്ലേ? അപ്പോൾ അള്ളാന്റെ റസൂലല്ലേ തീരുമാനിക്കുന്നു പറയാം. നമ്മൾ അംഗീകരിക്കാം. അള്ളാന്റെ റസൂലല്ലേ പറഞ്ഞത്, അംഗീകരിക്കാം. കുറച്ച് സമാധാനത്തിൽ വന്നെങ്കിലും സമാധാനമില്ല. തിരിച്ചു വീണ്ടും റസൂൽ വാഴെത്തിയെന്നോ? പ്രിയപ്പെട്ടവരെ, റസൂൽ അങ്ങ് അള്ളാന്റെ റസൂൽ തന്നെയല്ലേ? അതെ, ശാന്തനാണ് റസൂലുള്ളാ, ഒരു പ്രശ്നമില്ല മുഖത്ത്. അതേ ഉമർ, നമ്മളെ ഹക്കിൽ അവര് ബാത്തിലും അല്ലേ? അതെ. നമ്മൾ മരിച്ചാൽ സ്വർഗത്തിലും അവര് മരിച്ചാൽ ഹക്കിലുമല്ലേ? അവര് നരകത്തിലുമല്ലേ? അതേ ഉമറെ, എന്റെ സംശയം. പിന്നെന്തിന് ഈ കരാറിന്റെ വ്യവസ്ഥ നമ്മൾ അംഗീകരിക്കുന്ന റസൂലേ? നമ്മൾ എന്തിന് തോറ്റു കൊടുക്കണം? നമ്മൾ എന്തിന് അപമാനം? റസൂൽ പറഞ്ഞു. ആര് പറഞ്ഞു തോറ്റു? ആരാ പറഞ്ഞ തോറ്റു? ഇത് ജയമാണ്, ഇത് ജയമാണ്. നമുക്ക് തോന്നിയില്ലേ കരാറക്കത്തിൽ പ്രശ്നമാണ്, മുസ്ലിങ്ങൾക്ക് എതിരാണ് എന്ന് തോന്നിയില്ലേ? ആ സഹാബത്തിന് തോന്നി. ബുദ്ധിയില്ലായിട്ടല്ല, നല്ല ബുദ്ധിയുണ്ട്. ആയത്തിറങ്ങാണ്. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ. ഹുദൈബയിൽ നിന്ന് തിരിച്ചു പോരുമ്പോഴാണ് ഈ സൂറത്ത് ഫത്ഹ് ഇറങ്ങുന്നത്. ശ്രദ്ധിക്കണം. അവര് ബലി മൃഗങ്ങളെ കൊണ്ടുവന്നതിനൊക്കെ അറുത്തു, തിരിച്ചു പോവുകയാണ് കരാറിന്റെ വ്യവസ്ഥ അനുസരിച്ച്. അപ്പോഴാണ് അള്ളാന്റെ ആയത്തിറങ്ങുന്നത്. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ. നബിയെ, താങ്കൾക്ക് അല്ലാഹു വമ്പിച്ച വിജയം നൽകിയിരിക്കുന്നു. സഹാബത്തിന് ഭൂരിപക്ഷം തോന്നി തോറ്റുന്നാ. ബുദ്ധിയില്ലാണ്ട് തോന്നിയതല്ല, നല്ല ബുദ്ധി യുക്തി ഉണ്ടായിരുന്നവർക്ക്, ഉമർ ഖത്താബിന് അടക്കം. അള്ളാഹു പറയുന്നത് എന്താണ് ഈ വിഷയം? വമ്പിച്ച വിജയം നൽകിയിരിക്കുന്നു. ലിയഗ്ഫിറ ലക്കല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. താങ്കൾ മുമ്പ് ചെയ്തു പോയതും ഇനി ജീവിതത്തിൽ ചെയ്യാനുള്ളതുമായ മുഴുവൻ പാപങ്ങളും താങ്കൾക്ക് പുറത്തു തന്നിരിക്കുന്നു. ആലോചിച്ച് നോക്കിയ സഹോദരൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെയ്തു പോയതും ഇനി മരിക്കുന്നവരെ ചെയ്യാവുന്ന ഏതൊരു പാപമുണ്ടെങ്കിലും പുറത്തു തന്നിരിക്കുന്നു.
വയുത്തിമ്മ നിഅമതഹു അലൈക, അല്ലാഹുവിന്റെ അനുഗ്രഹം താങ്കളിൽ പരിപൂർണമാക്കിയിരിക്കുന്നു. വയഹ്ദിയക സിറാത്തൻ മുസ്തഖീമാ, താങ്കളെ നേരായ വഴിയിലേക്ക് നയിക്കാൻ കൂടിയാണത്. മുസ്തഖീമായ മാർഗത്തിലൂടെ താങ്കളെ നയിക്കാൻ. വയൻസുറക അല്ലാഹു നസ്റൻ അസീസാ, അന്തസ്സുള്ള ഒരു സഹായം അല്ലാഹു താങ്കൾക്ക് നൽകുകയാണ്. സൂറത്ത് ഫത്തഹിന്റെ ആദ്യത്തെ 3 ആയത്താണ് നിങ്ങൾ കേട്ടത്. ഹുദൈബിയന്ന് മദീനക്ക് തിരിക്കുമ്പോഴാണ് ഈ സൂറത്ത് ഇറങ്ങുന്നത്. ഈ വ്യവസ്ഥയിൽ ഈ കരാറ് ഭർത്താവിന് തോറ്റു എന്ന് തോന്നിയ, അപമാനിക്കപ്പെട്ടു എന്ന് തോന്നിയ ആ വ്യവസ്ഥയെ കുറിച്ചാണ് അള്ളാഹ് പറഞ്ഞത്, റസൂലും പറഞ്ഞത്. നമ്മുടെ യുക്തിക്ക് തോന്നിയാലാ ശരിയാവും, ചിന്തിച്ചാലുള്ള അപകടം എന്ന് മനസ്സിലായ അത് തന്നെ സംഭവിച്ചു. ഈ വ്യവസ്ഥ തന്നെയാണ് 2 കൊല്ലം കഴിഞ്ഞപ്പോ, ഹിജറ 8-ാം കൊല്ലം, ഒരു യുദ്ധമില്ലാതെ മക്ക കീഴടക്കാൻ കാരണമായ ഈ വ്യവസ്ഥയാണ്. വെറുതെ എല്ലാവരും ഇന്ന് റബ്ബല്ലേ പറഞ്ഞത്. ആ റബ്ബിന്റെ വഹി അനുസരിച്ചല്ലേ റസൂൽ തീരുമാനിക്കുന്നത്. അവിടെ എൻ്റെ ബുദ്ധിക്ക് അനുസരിച്ച് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായ നമ്മുടെ യുക്തിക്കും ശരിയായാലേ ഇത് ശരിയാവുമെന്ന് വാശി പിടിച്ചാൽ, ആയത്തൊക്കെ എൻ്റെ യുക്തിക്കനുസരിച്ച് വരണം, ഹദീസൊക്കെ എൻ്റെ ബുദ്ധിക്കനുസരിച്ച് ശരിയാവണം എന്നൊരാൾ ചിന്തിച്ചാൽ എത്ര അപകടകരമാണ് അത്. അപ്പോൾ ചോദ്യം ചെയ്യാതെ അള്ളാഹുവിനെ അനുസരിക്കണം, ശങ്കിക്കാതെ എതിർക്കാതെ റസൂലിനെ അനുസരിക്കണം. എന്നാലേ യഥാർത്ഥ മൂമിനാവും. അത്തരം യഥാർത്ഥ മൂമിനീകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. അയ്യുഹന്നാസ് ഊസീകും ഇബാദല്ലാഹി വഇയ്യായ തഖ്വല്ലാഹ്. അള്ളാഹിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതത്തിൽ ഇത്ര സന്ദർഭങ്ങൾ സഹാബത്തിന് പോലും ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ അവ മറ്റുള്ളവർക്ക് പറ്റും, കാഫിറുകൾക്ക് പറ്റും, മുശ്രിക്കുകൾക്ക് പറ്റും. നോക്കൂ നിങ്ങൾ, ഹിജറക്ക് തൊട്ട് മുമ്പ്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്നതിന് മുമ്പ് ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായി. സംരക്ഷണം നൽകിയിരുന്ന മൂത്താപ്പ അബൂ താലിബും വഫാത്തായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ചിറകറ്റ പോലെ. സത്യത്തിൽ ഖുറൈശികളിൽ നിന്ന് പ്രവാചകന് അള്ളാഹുവിൻ്റെ സംരക്ഷണമാണ്. അത് ഈ 2 വ്യക്തികളിലൂടെ അള്ളാഹു പ്രദർശിപ്പിച്ചിരുന്നു. ഖദീജയിലൂടെയും അബൂ താലിബിലും 2 പേരും മരിച്ചു. റസൂൽ ഖിന്നനായി, ദുഃഖവർഷം എന്നറിയപ്പെട്ടു. ആ വർഷം റസൂലുള്ളാഹിയുടെ സങ്കടം കൊണ്ട് ദുഃഖവർഷം എന്നറിയപ്പെട്ടു. അപ്പോഴാണ് അള്ളാഹു റസൂലിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ചില ദൃഷ്ടാന്തങ്ങൾ നേരിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇസ്റാ മിഅ്റാജ് സംഭവിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു വസ്സമീഉൽ ബസീർ. സൂറത്തുൽ ഇസ്റായിലെ 1-ാമത്തെ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, തൻ്റെ ദാസനെ രാപ്രയാണം ചെയ്യിച്ച അള്ളാഹു എത്ര പരിശുദ്ധനാണ്. ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ, മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് രാപ്രയാണം ചെയ്യിച്ച റബ്ബ് എത്ര പരിശുദ്ധൻ. ബാറക്നാ ഹൗലഹു, ആ ബൈത്തുൽ മുഖദ്ദസിൻ്റെ ചുറ്റുപാടും നാം അനുഗ്രഹിച്ചിരിക്കുന്നു. ലിനുരിയഹു, ആ നബിക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മിന്നായാത്തിന, നമ്മുടെ ചില ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹുവിൻ്റെ ആധിപത്യ രഹസ്യം നേരിട്ട് കാണിച്ചു കൊടുക്കാൻ. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് ശങ്ക തോന്നില്ല, ശങ്കിച്ചു നിൽക്കില്ല, ഭയമുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നേരിട്ട് കാണിച്ചു കൊടുക്കണം. ഇന്നഹു ഹുവസ്സമീഉൽ ബസീർ, നിശ്ചയമായും അള്ളാഹു കേൾക്കുന്നവനും കാണുന്നവനും ആകുന്നു.
ശരി, ആ ഇസ്രാ മിഅ്റാജ് വിശദീകരിക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട ഭാഗം മാത്രം പറയാം. അത് പല സന്ദർഭത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അബൂ താലിബിൻ്റെ പുത്രി ഉമ്മുഹാനിയുടെ വീട്ടിലായിരുന്നു അന്ന് രാത്രി റസൂൽ കഴിഞ്ഞത്. ഉമ്മുഹാനി ആ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നു. ഞങ്ങൾ റസൂലുള്ളാഹിക്ക് ഭക്ഷണം കഴിച്ചു, റസൂലുള്ളാഹിക്ക് നിസ്കരിച്ചു. എന്നിട്ട് റസൂലുള്ള ഉറക്കയിലേക്ക് പോയി, വിരിപ്പിലേക്ക് പോയി. ഞങ്ങളുടെ വിരിപ്പിലേക്കും പോയി. ആ വിരിപ്പിൽ നിന്നാണ് റസൂലിനെ ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുപോകുന്നത്. ആദ്യം കഅബത്തിൻ്റെ അടുത്ത്, അവിടുന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക്, അവിടുന്ന് 7 ആകാശത്തിൻ്റെ അപ്പുറത്തേക്ക്. അതാണ് മിഅ്റാജ്. നേരം പുലരുന്നതിന് മുമ്പ് റസൂലുള്ള വിരിപ്പിലുണ്ട്. അതേ രാത്രി നേരം പുലരുന്നതിന് മുമ്പ് അതേ വിരിപ്പിലുണ്ട്. ആദ്യം പറയുന്നത് ഉമ്മുഹാനിയോട് തന്നെയാണ്. രാത്രി ഇങ്ങനെ സംഭവം ഉണ്ടായി. ജിബ്രീൽ എന്നെ ഇങ്ങനെ കൊണ്ടുപോയി, ഇങ്ങനൊക്കെ ഉണ്ടായി. ഉമ്മുഹാനി ഭയപ്പെട്ടു. ഉമ്മുഹാനി പറഞ്ഞു, ഇത് മക്കയിൽ ആരോടും പറയത്തിട്ടാ, വിശ്വസിക്കുന്ന നേതാക്കളൊന്നും കേൾക്കരുത്, താങ്കളെ പരിഹസിക്കുന്നു. കാരണം രാത്രിയുടെ കുറച്ച് സമയം കൊണ്ട് 1 മാസം അങ്ങോട്ട് സഞ്ചരിക്കണം. ബൈത്തുൽ മുഖദ്ദസിലേക്ക് മക്കയിൽ നിന്ന് 1 മാസം അങ്ങോട്ട് ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കണം. തിരിച്ചു വരാൻ 1 മാസം കൂടി വേണം. അങ്ങനെ പോകേണ്ട സ്ഥലം 1 നാഴിക നേരം കൊണ്ട് പോയി വന്നു എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ഒരാളും അംഗീകരിക്കില്ല, യുക്തിയുള്ളവരെ. റസൂലുള്ള നേരം പുലർന്നപ്പോൾ അങ്ങോട്ട് കഅബത്തിൻ്റെ അടുത്ത് കയറും. മിക്ക മുശ്രിക്ക് നേതാക്കളൊക്കെ ഉണ്ട് അവിടെ. അബൂജഹലും പാർട്ടി എല്ലാവരും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനിങ്ങനെ ഇന്നലെ രാത്രി ബൈത്തുൽ മുഖദ്ദസിൽ പോയി, അവിടെ നബിമാരൊക്കെ ആയിട്ട് നിസ്കരിച്ചു. പിന്നെ മിഅ്റാജിൽ പോയി. അവര് അട്ടഹസിച്ച് ചിരിക്കാൻ തുടങ്ങി. മണ്ടന്മാരായിരുന്നില്ല അവര്, ബുദ്ധിയുള്ളവരായിരുന്നു. ആ ബുദ്ധിക്ക് ഒരിക്കലും നമ്മുടെ ബുദ്ധിക്ക് ശരിയാവണ്ട. ആ അള്ളാഹുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ ബുദ്ധിക്ക് തന്നെ വഴങ്ങണം എന്ന് വാശി പിടിച്ചാലത്തെ സ്ഥിതി എന്താ? 1 നാഴിക നേരം കൊണ്ട് എങ്ങനെയാണ് ഭൂമിയിലുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്ക് 1 മാസം വേണം അങ്ങോട്ട് എത്താൻ, തിരിച്ചു വരാൻ 1 മാസം വേണം, പിന്നെ ആകാശയാത്ര, അത് തീരെ നടക്കാത്ത കാര്യം. അവർ ചോദിച്ചു, ബൈത്തുൽ മുഖദ്ദസിലെ തൂണുകളെ കുറിച്ച് റസൂലുള്ള മണിയായിട്ട് പറഞ്ഞു കൊടുത്തു. ഇത്ര തൂണുണ്ട്, ഇത് ഇങ്ങനെയൊക്കെയാണ്. അബൂജഹൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഒരാളെ വിട്ടു. ബുദ്ധിമാനാണ് അബൂബക്കർ, യുക്തിയുള്ള ആളാണ്. മുഹമ്മദിന്റെ ഇതിൽ പെട്ടുപോയതാണ്. ഇപ്പോഴെങ്കിലും 1 രാത്രി കൊണ്ട് ഞാൻ ഇവിടെ പോയി വന്നു എന്ന് അറിഞ്ഞാലെങ്കിലും മുഹമ്മദിന്റെ കെണിയിൽ നിന്ന് അബൂബക്കറെങ്കിലും രക്ഷപ്പെടും. ആ വിവരം പറഞ്ഞാൽ ഒരാളെ വിട്ടു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ചോദിച്ചു, റസൂൽ അങ്ങനെ പോയി വന്നു എന്ന് പറഞ്ഞു. എന്നാലത് സത്യമായിരിക്കുന്നു കേട്ടാ. അപ്പൊ യുക്തിയും ബുദ്ധിയൊക്കെ മാറ്റി വെക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞ രാത്രി പോയി വന്നു എങ്കിൽ അത് സത്യമാണ്. സിദ്ദീഖ് എന്ന് വിളിക്കില്ലേ, അബൂബക്കർ സിദ്ദീഖ്, സത്യപ്പെടുത്തിയവൻ. ഉമർ ഖത്താബ് പോലും പതറി നിന്നപ്പോ യാതൊരു പതർച്ചയുമില്ലാതെ സത്യപ്പെടുത്തിക്കൊണ്ട് ധീരനായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്നാ പോട്ടെ, ഞങ്ങളൊരു കച്ചവട സംഘടന പോയിട്ടുണ്ട്, അവര് അവിടെ എത്തിയിട്ടുണ്ട്, അവർ ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, റസൂലുള്ള പറഞ്ഞു കൊടുക്കാം മുശ്രിക്കുകളോട്. അതിലെത്ര ആളുണ്ട്, ഇത്ര ഒട്ടകുണ്ട്, കണിശം. എന്നിട്ട് അവർ അംഗീകരിച്ചില്ല. നമ്മുടെ വിഷയം അതല്ല. മുശ്രിക്കുകളും കാഫിറുകളും അതിനെ പരിഹസിച്ച് തള്ളിയെങ്കിലും നമ്മുടെ ബുദ്ധിയായിട്ട് അത് ഒത്തുവരണം എന്ന് വാശി പിടിച്ചാൽ സ്വീകരിച്ചൊക്കെ എല്ലാം അറിയുന്ന റബ്ബിന്റെ കാര്യം, ആ റബ്ബിന്റെ വഹി അനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യം പറഞ്ഞാൽ പിന്നെ നമ്മൾ ശങ്കിക്കാൻ പാടില്ല, അപ്പടി അനുസരിക്കണം. അപ്പോഴേ നമ്മൾ
യഥാർത്ഥ മുസ്ലിമാവും. നിങ്ങൾക്കറിയാം, ഇപ്പം തന്നെ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഹിജറ 8-ാം കൊല്ലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 10,000 സഹാബികൾ. ഓക്കെ, ഉംറയ്ക്ക് പോയപ്പോൾ എത്രയാണ്? 6-ാം കൊല്ലം 1400. 2 കൊല്ലം ആ സന്ധിയുടെ ഗുണമാണ് ഉണ്ടായതേ. 10,000 ആളുകളുമായി മക്കയിലേക്ക് മാർച്ച് ചെയ്യാം, മക്ക കീഴടക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. ആരും അറിയരുത് ഈ നീക്കം. മക്കക്കാരും പ്രത്യേകിച്ച് എല്ലാം രഹസ്യമാക്കി വെച്ചു. പക്ഷേ മദീനയിൽ നിന്നൊരു സഹാബി ഒരു കത്ത് ഒരു പെണ്ണിൻ്റെ കയ്യിൽ മക്കാ മുശ്രിക്കുകൾ കൊടുത്തയച്ചു. ഈ യാത്രയെ സംബന്ധിച്ച് ശരിക്കും ദേശദ്രോഹപരമായ ഒരു കുറ്റം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെയും മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിനെയും വിളിച്ചു. നിങ്ങൾ വളരെ വേഗതയുള്ള കുതിരപ്പുറത്ത് മക്കയുടെ വഴിയിൽ സഞ്ചരിക്കണം. വഴിയിൽ കാക്ക് എന്നൊരു പേരുള്ള തോട്ടമുണ്ട്. ശ്രദ്ധിക്കണം നിങ്ങൾ കേട്ടോ. കാക്ക് എന്ന പേരിൽ ഒരു തോട്ടമുണ്ട്. അവിടെ എത്തുമ്പോൾ അവിടെ ഒരു പെണ്ണിനെ കാണാം. ആ പെണ്ണിന്റെ കയ്യിൽ ഒരു കത്തുണ്ട്. അത് വാങ്ങി വരണം. കൽപ്പന കിട്ടിയ ഉടനെ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പുറപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ പോലെ കാക്ക് തോട്ടത്തിലെത്തിയപ്പോൾ ഒരു പെണ്ണിനോട് ഞാൻ ആ കത്തുതാ. കത്ത? ഏത് കത്ത്? എന്ത് കത്ത്? എൻ്റെ കയ്യിൽ കത്തൊന്നുമില്ല. എൻ്റെ കയ്യിൽ കത്തൊന്നുമില്ല. എൻ്റെ സാധനങ്ങൾ പരിശോധിച്ചോളൂ. ആ പെണ്ണ് പറയും. അവളെ വാണ്ടക്കെട്ടുകളും അവളുടെ സാമഗ്രികളൊക്കെ അഴിച്ച് പരിശോധിച്ചു. കത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയില്ല എന്താണ് ഈ കത്ത്, എവിടേക്കുള്ള കത്ത്. അങ്ങനെ കത്തിനെ പറ്റി എനിക്ക് ഒന്നും അറിയില്ല. ബുദ്ധി എന്താ? ഇനി നമ്മളാണെങ്കിൽ പെണ്ണല്ലേ, ഒക്കെ അഴിച്ചു നോക്കിയല്ല, ഒന്നും കാണില്ല. തിരിച്ചു പോയില്ലേ? തിരിച്ചു പോരല്ലേ? നബിയോടൊന്നും പറയല്ലേ ഒന്നും കിട്ടിയില്ല. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയും, നിന്റെ കയ്യിൽ കത്തുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂലാണ് പറഞ്ഞത്. നീ അത് തിരിച്ചെന്നില്ലെങ്കിൽ നിന്റെ വസ്ത്രം അഴിച്ചു പരിശോധിക്കേണ്ടി വരും. അങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് ഉണ്ടാകാം. നീ പെണ്ണല്ലേ, നിന്റെ വസ്ത്രം മുഴുവൻ അഴിച്ചു മാറ്റി കാരണം നിന്റെ കയ്യിൽ കത്തുണ്ടെന്ന് പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലാണ്. അത് വാങ്ങിയിട്ടേ ഞങ്ങൾ പോവും. പെണ്ണിന് മനസ്സിലായി സൂത്രം നടക്കൂല. അങ്ങോട്ട് തിരിഞ്ഞിക്കാൻ പറഞ്ഞു. രണ്ടാളും തിരിഞ്ഞപ്പോൾ അവിടെ മുടിക്കെട്ട് നല്ല ഭംഗിയിൽ മുടി ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അതഴിച്ച് അതിൻ്റെ ഉള്ളിൽ നീ കത്തെടുത്ത് കൊടുത്തു. ഇവിടെ എന്താ വിഷയം? നമ്മളായിരുന്നെങ്കിൽ ആ സാധനങ്ങളൊക്കെ പരിശോധിച്ച് വാണ്ടം പരിശോധിച്ച് എല്ലാം പരിശോധിച്ചാൽ ഇല്ല, ഒരു പെണ്ണായി തിരിച്ചു. അവിടെ അരിയെ പ്രേരിപ്പിച്ച വിഷയം അറിയോ? അല്ലാഹുവിന്റെ റസൂലാണത് പറഞ്ഞതെന്നാണ്. ഒരു ഹദീസിനെ നമ്മൾ സമീപിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിക്ക് യുക്തിക്ക് യോജിക്കണം എന്ന് ചിന്തിക്കുന്നത് എത്രമാത്രം മൗഢ്യമാണ്. അതുകൊണ്ട് അള്ളാഹുവിനെയും റസൂലിനെയും സംശയിക്കാതെ ചോദ്യം ചെയ്യാതെ കൽപ്പനകളെ അനുസരിച്ച് അള്ളാഹുവിനോടുള്ള സ്നേഹവും റസൂലിനോടുള്ള സ്നേഹം പഠിപ്പിക്കാൻ കഴിയുന്ന വിജയികളിൽ അള്ളാഹു നാം ഏവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. കുറേ നാളുകളായി പല ഫണ്ട് പിരിവ് വന്നപ്പോൾ നമ്മുടെ ഈ പള്ളിയുടെ പരിപാലനത്തിൻ്റെ കാര്യങ്ങൾ പറയാൻ നീണ്ടു പോയതാണ്. സാധാരണ മാസത്തിലൊരിക്കൽ പറയാറുള്ളത് വിട്ടുപോയതാണ്. നിങ്ങൾ ഇന്ന് ആ ബക്കറ്റിൽ നിക്ഷേപിക്കുന്നത് ഈ പള്ളിയുടെ പരിപാലനത്തിനാണ് എന്ന ഓർമ്മയിൽ സായിരിക്കണം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك.